രാജ്യങ്ങളിൽ മലയാളികൾ അധിവസിക്കുന്നു. ആ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നടപടിയെടുക്കുവാൻ, ആ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ, ബന്ധപ്പെടുവാൻ വിദേശകാര്യ വകുപ്പിന്റെ കീഴിൽ ഇന്ന് ഹൈക്കമ്മീഷൻ ഓഫീസുകളോ എംബസികളോ ഇല്ലാത്ത രാജ്യങ്ങൾ യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുമ്പോൾ വിദേശ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായവും ചെയ്യുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അധിവസിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഓണം പോലുള്ള, ക്രിസ്മസ് പോലുള്ള, പെരുന്നാൾ പോലുള്ള, ബക്രീദ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ സിവിൽ ഏവിയേഷൻ ആ വകുപ്പ് അവർക്ക് തോന്നിയ തരത്തിലാണ് വിമാനയാത്രക്കൂലി വർദ്ധിപ്പിക്കുന്നത്. ഇത് ഏറ്റവും കടുത്ത നടപടിയാണ്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. കാരണം ഇതെല്ലാം സ്വദേശികൾക്ക് കഴിച്ചു. ആ രാജ്യത്തെ വിമാന കമ്പനികൾക്ക് ദേശം കൊള്ളയടിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഏകദേശം 130 രാജ്യങ്ങളിലായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്ന നാമെല്ലാം ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി നേടി പോകുമ്പോൾ അവിടെ നമ്മളിൽ നിന്നും ഈടാകുന്ന വകുപ്പാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത്. ഏകദേശം 571 കോടി രൂപയാണ് ഈ വിദേശത്താണ് ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ കെട്ടിക്കിടക്കുന്നത്. ഏതെങ്കിലും രാജ്യത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരൻ, ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾ, ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ഏതെങ്കിലും വിദേശ രാജ്യത്ത് മരണപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആ അപകടം സംഭവിക്കുന്ന ആളുകൾക്ക്, ആ മരണപ്പെടുന്ന ആളുകൾക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ആ ബോഡി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുവാൻ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുവാൻ എല്ലാം ഉതകുന്ന തരത്തിലാണ് ഈ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിക്കേണ്ടത്. ആ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് കെട്ടിക്കിടക്കുകയാണ്. ഇത്തരത്തിൽ പ്രവാസി സമൂഹത്തോട് കടുത്ത അവഗണനയും പ്രതിഷേധവുമാണ് ഈ രാജ്യത്തെ ഭരണകർത്താക്കൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ നമ്മുടെ സംസ്ഥാനത്തോട് കാണിച്ചതിന്റെ കൂടുതൽ നമുക്കെല്ലാവരും ഇന്ന് നമ്മുടെ കേരളത്തിൽ കരിദിനമായിരിക്കുകയാണ്. ഈ കേരളീയ ജനതയോട് കാണിക്കുന്ന കടുത്ത അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ട് കേരളീയ സമൂഹം ഒന്നായി ഇന്ന് കരിദിനമാചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രവാസി സമൂഹം തീരുമാനിച്ചു, ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവാസി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ, പ്രവാസി സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വലിയ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിൽ വലിയ പ്രതിഷേധ സമരം നടത്തുകയാണ്. അത്തരത്തിലാണ് ഇടുക്കി ജില്ലയിൽ ഇന്ന് ഈ സമരം ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഈ പ്രതിരോധം തുടർനാളുകളിൽ വൻപിച്ച പ്രക്ഷോഭങ്ങളിലേക്കും സമരങ്ങളിലേക്കും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇതിന്റെ സമരവാളന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, സംസ്ഥാന കമ്മിറ്റിക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രവാസികളോടുള്ള അവഗണനയ്ക്കെതിരെ ഇടുക്കി ജില്ലാ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെറുതോണി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സമരം, അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രവാസി സംഘം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്.